ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റമാണ്. കാണാനും കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. അതുപോലെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പം 4 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. ഒന്നങ്ങ് വറുത്തതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ശേഷം അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പരമാവധി ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി അത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണം കേട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താലൊന്നും പോരാ, അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവണം. പിന്നെ നമ്മളിത് വേവിക്കണമൊന്നുമില്ല, ഇത് നേരെ അങ്ങ് കഴിക്കുക ചെയ്യുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ വേണം വേവാൻ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു ഹാഫ് കുക്കാവുമ്പോൾ നമ്മളിതിലേക്ക് ചുവന്നുള്ളി ഒരു 8 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയൊന്നും വേണ്ട, വെറുതെ വലിയ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്നങ്ങ് നടുകെ കീറിയതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചുവന്നുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ബീട്രൂട്ടിനാണ് വേവ് കൂടുതൽ, അതുകൊണ്ടാണ് ബീട്രൂട്ട് ആദ്യം ഇട്ടത്. ബീട്രൂട്ട് പകുതി വേവാകുമ്പോൾ മാത്രമാണ് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ടാലും മതി, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചുവന്നുള്ളിയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി വെന്തു തോന്നുമ്പോൾ മാത്രം നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കണം എന്നില്ല കേട്ടോ, വെറുതെ ചൂടാക്കി എടുത്താൽ മതി. അതിലേക്ക് തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുരു കളഞ്ഞ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന സാധാ വാളംപുളിയാണ്. തേങ്ങ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഒരുപാടങ്ങ് വേവണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാനിപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. വേറെ ഒന്നും വേണ്ട, ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ തന്നെ ധാരാളമാണ്. ഇനി മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുത്തു. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ്, ചെറിയ ജാറായതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. തരിതരിപ്പായിട്ടാണ് അരക്കേണ്ടത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക. ചമ്മന്തി ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളിയായി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്